ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഈ മാസം 28-ാം തീയതി നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. x-4 x-2 x ഇവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവ തമ്മിലുള്ള ഈ ടേംസ് തമ്മിലുള്ള ഗ്യാപ്പ് 2ആണ്. അതായത് x-2 x-4 കുറയ്ക്കുക. രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. x-2 ഈ മൈനസ് അകത്തോട്ട് കയറ്റി ഗുണിക്കുന്നു, അപ്പോൾ 2 കിട്ടും. ഇനി മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറച്ചാലും 2 കിട്ടും. x-2. അപ്പോൾ ഇവ തമ്മിൽ ഗ്യാപ്പ് 2ആണ്. ഗ്യാപ്പ് 2ആയിട്ടുള്ള 3 അഭാജ്യ സംഖ്യകളെ ഉള്ളൂ. അതായത് 3, 5, 7. അതായത് ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏതാ? x-4, രണ്ടാമത്തേത് x-2, മൂന്നാമത്തേത് x. അങ്ങനെയാണെങ്കിൽ ഗ്യാപ്പ് 2ആയിട്ട് വരുന്ന 3 അഭാജ്യ സംഖ്യകളെ ഉള്ളൂ. 3, 5, 7. അതായത് x-4 x-2 x. അപ്പോൾ x എത്രയാണ്? 7ആണ്. അപ്പോൾ നമുക്ക് x+2 പ്രത്യേകതയാണ് ചോദിച്ചേക്കുന്നത്. 7 + 2 = 9. 9ൻ്റെ പ്രത്യേകത എന്താ? 9 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് 9 ഒരു ഭാജ്യസംഖ്യയും, ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള 9ന് 1, 3, 9 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള കോമ്പോസിറ്റ് നമ്പർ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു. ഇവിടെ 9 ഒരു ഭാജ്യസംഖ്യയും ഒരു പൂർണ്ണവർഗവുമാണ്. അതായത് 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു ഭാജ്യസംഖ്യ, ഒരു കോമ്പോസിറ്റ് നമ്പറും പെർഫെക്റ്റ് സ്ക്വയറുമാണ്. അതായത് ഒരു ഭാജ്യസംഖ്യയും ഒരു പൂർണ്ണവർഗവുമാണ്. കോമ്പോസിറ്റ് നമ്പറാണ്, 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അതായത് 3ൻ്റെ സ്ക്വയറുമാണ്, 3ൻ്റെ വർഗവുമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം ഡയമീറ്റർ എന്ന് പറയുന്നത് 77 ആണ് തന്നിട്ടുണ്ട്. 77 സെൻറ്റിമീറ്റർ അതായത് ആണ്. അങ്ങനെയാണെങ്കിൽ 1000 പ്രാവശ്യം കറങ്ങാൻ കാർ എത്ര ദൂരം സഞ്ചരിക്കണം? അതായത് ഒരു പ്രാവശ്യം കറങ്ങാൻ അതിൻ്റെ ചുറ്റളവ് കണ്ടാൽ മതി. ഈ ആകൃതിയിലാണ് ചക്രം, അപ്പോൾ വൃത്താകൃതിയിലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് 2πr കണ്ടാൽ മതി. ഇവിടെ വ്യാസമാണ്, ഡയമീറ്ററാണ് 77. അപ്പോൾ ആരം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ പകുതി വരും. വ്യാസത്തിൻ്റെ പകുതി 77/2. 77/2. വ്യാസം എന്ന് പറയുന്നത് 2r ആണ്. ആരത്തിൻ്റെ ഇരട്ടി വരും, ഇത്രയും വരും. സെൻട്രൽ നിന്നുള്ള ഈ ദൂരമാണ് ആരം, അതിൻ്റെ ഇരട്ടി വരും. വ്യാസം എന്ന് പറയുന്നത് വ്യാസം 2r ആണ്. അപ്പോൾ ആരം കാണാൻ, ചക്രത്തിൻ്റെ ആരം കാണാൻ ആ വ്യാസത്തിൻ്റെ പകുതി, അതായത് ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ദൂരം, ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ദൂരം കാണാൻ അതിൻ്റെ ചുറ്റളവ് കണ്ടാൽ മതി. അപ്പോൾ 1000 പ്രാവശ്യം ആകുമ്പം 1000 ഇട്ട് ഗുണിച്ചാൽ മതി. 1000 × 2πr. ഒരു തവണ കറങ്ങാൻ അതിൻ്റെ മൊത്തത്തിലുള്ള ദൂരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിലാണ് വരുന്നത്. ഇതിൻ്റെ ചുറ്റളവ് കണ്ടാൽ മതി, വൃത്താകൃതിയിലായതുകൊണ്ട്. 1000 × 2πr. അതായത് 1000 × 2πr. 2 × π എന്ന് പറഞ്ഞാൽ 22/7 എന്ന് എടുത്താൽ മതി. 3.14. ആ 2 വില കാണാതെ പഠിച്ചു വെക്കണം. ഏതാണതിൽ സ്യൂട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി. 2π 22/7 × r എന്ന് പറയുന്നത് 77/2. അതായത് ഈ 2 ക്യാൻസലായി. ഈ 7 11. അതായത് 11 22 2422 242 3 വരും. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്ററാണ്. നമുക്ക് മീറ്ററിലാണ് കാണേണ്ടത്. അതായത് 2 സ്ഥാനം ഇടത്തോട്ട് മീറ്റർ എത്ര ദൂരം കറങ്ങുമ്പോൾ കാറ് എത്ര ദൂരം സഞ്ചരിക്കും, എത്ര മീറ്റർ സഞ്ചരിക്കും എന്നാണ് ചോദ്യം. എത്ര മീറ്റർ സഞ്ചരിക്കും, മീറ്ററാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ 1 സെൻറ്റിമീറ്റർ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. മീറ്ററാണ് ചോദിച്ചേക്കുന്നത്. എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 2420. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാറിൻ്റെ ചക്രം ഈ വൃത്താകൃതിയിലാണ്. ഈ വൃത്താകൃതിയിലുള്ള ഈ ചക്രം ഒരു തവണ കറങ്ങുന്നതിനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ്. അതായത് ചുറ്റളവ് ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ദൂരം ഇതിൻ്റെ ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. ഇവിടെ 1000 തവണ കറങ്ങാൻ എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1000
ഗുണം 2πr. അതായത് ഇവിടെ വ്യാസമാണ് 77 സെൻറ്റിമീറ്റർ തന്നേക്കുന്നത്. ഇതിൻ്റെ ഇരട്ടി വരും, ഇത്രയും വരും. ആരം എന്ന് പറഞ്ഞാൽ ഇത്രയേ വരത്തുള്ളൂ, പകുതിയേ വരത്തുള്ളൂ. വ്യാസം ഇത്രയുമാണ്, അതിൻ്റെ ഇരട്ടി വരും. അപ്പോൾ വ്യാസം തന്നിട്ട് ആരം കാണാൻ പറഞ്ഞാൽ /2. അതായത് 1000 തവണ കറങ്ങാൻ, ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന അതിൻ്റെ ചുറ്റളവാണ്, ആ ചക്രത്തിൻ്റെ ചുറ്റളവ് 2πr ആണ് ചുറ്റളവ് കാണാനുള്ള ഫോർമുല. 1000 ഗുണം 2πr എന്ന് പറഞ്ഞാൽ 1000 ഗുണം 2 ഇൻറ്റു പൈയുടെ വില ഇട്ട് കൊടുക്കും. 22/7 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 77ൻ്റെ പകുതി /2. ഈ 2 ക്യാൻസൽ ആകും. ഇവിടെ 11 22 242 1000 വെച്ച് ഗുണിക്കുമ്പോൾ അത്രയും. ഇവിടെ എത്രയും സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 100 വെച്ച് ഹരിക്കണം. അതായത് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടണം. 2420 വരും മീറ്റർ. എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ച് കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ എക്സിൻ്റെ വില എത്ര? അതായത് 10ൻ്റെ 100 വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ശതമാനം പറയുന്നത്. അതുകൊണ്ട് 100 + x x% /100, 100 + x /100 സമം 30ൻ്റെ x% കുറച്ചാൽ, അതായത് 100 - x /100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100%. ഈ 100ഉം 100 കട്ട് ചെയ്യും. അപ്പോൾ 10 ഗുണം 100 1000 പ്ലസ് 10 ഗുണം x 10x സമം 30 ഗുണം 100 3000 മൈനസ് 30 ഗുണം -x -30x. x രണ്ടും ഒരു സൈഡിൽ കൊണ്ടുപോകാം, സംഖ്യ വേറെ സൈഡിൽ. ഇവിടെ 10x ഉണ്ട്, ഈ 30x ഇപ്പുറം വരുമ്പോൾ പ്ലസ് 30x -30x, അതായത് 1000 മൈനസ് 1000. 10x 30x കൂടെ കൂട്ടുമ്പോൾ 40x. 40xൻ്റെ വില 1000 പോകെ 2000. x സമം 2000 കൂടെ കിടക്കുന്ന 40 കൊണ്ട് ഹരിക്കുക, അതായത് 50 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം ഡയമീറ്റർ എന്ന് പറയുന്നത് 77 ആണ് തന്നിട്ടുണ്ട്, 77 സെൻറ്റിമീറ്റർ. അതായത് ആണ്. അങ്ങനെയാണെങ്കിൽ 1000 പ്രാവശ്യം കറങ്ങാൻ കാർ എത്ര ദൂരം സഞ്ചരിക്കണം? അതായത് ഒരു പ്രാവശ്യം കറങ്ങാൻ അതിൻ്റെ ചുറ്റളവ് കണ്ടാൽ മതി. വീൽ ഈ ആകൃതിയിലാണ് ചക്രം, അപ്പോൾ വൃത്താകൃതിയിലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് 2πr കണ്ടാൽ മതി. ഇവിടെ വ്യാസമാണ്, ഡയമീറ്ററാണ് 77. അപ്പോൾ ആരം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ പകുതി വരും, വ്യാസത്തിൻ്റെ പകുതി 77/2. 77/2 വ്യാസം എന്ന് പറയുന്നത് 2r ആണ്. ആരത്തിൻ്റെ ഇരട്ടി വരും, ഇത്രയും വരും. സെൻട്രലിൽ നിന്നുള്ള ഈ ദൂരമാണ് ആരം, അതിൻ്റെ ഇരട്ടി വരും. വ്യാസം എന്ന് പറയുന്നത് വ്യാസം 2r ആണ്. അപ്പോൾ ആരം കാണാൻ, ചക്രത്തിൻ്റെ ആരം കാണാൻ ആ വ്യാസത്തിൻ്റെ പകുതി, അതായത് ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ദൂരം, ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ദൂരം കാണാൻ അതിൻ്റെ ചുറ്റളവ് കണ്ടാൽ മതി. അപ്പോൾ 1000 പ്രാവശ്യം ആകുമ്പം 1000 ഇട്ട് ഗുണിച്ചാൽ മതി. 1000 ഗുണം 2πr. ഒരു തവണ കറങ്ങാൻ അതിൻ്റെ മൊത്തത്തിലുള്ള ദൂരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിലാണ് വരുന്നത്. ഇതിൻ്റെ ചുറ്റളവ് കണ്ടാൽ മതി, വൃത്താകൃതിയിലായതുകൊണ്ട്. 1000 × 2πr, അതായത് 1000 × 2πr. 2 × π എന്ന് പറഞ്ഞാൽ 22/7 എന്ന് എടുത്താൽ മതി. 3.14. ആ 2 വില കാണാതെ പഠിച്ചു വെക്കണം. ഏതാണ് അതിൽ ക്യൂട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അതിട്ടാൽ മതി. 2π 22/7 × r എന്ന് പറയുന്നത് 77/2. അതായത് ഈ 2 ക്യാൻസലായി. ഈ 7 11, അതായത് 11 22 2400 242 30 വരും. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്ററാണ്. നമുക്ക് മീറ്ററിലാണ് കാണേണ്ടത്. അതായത് 2 സ്ഥാനം ഇടത്തോട്ട് മീറ്റർ എത്ര ദൂരം കറങ്ങുമ്പോൾ കാറ് എത്ര ദൂരം സഞ്ചരിക്കും, എത്ര മീറ്റർ സഞ്ചരിക്കും എന്നാണ് ചോദ്യം. എത്ര മീറ്റർ സഞ്ചരിക്കും, മീറ്ററാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 1 സെൻറ്റിമീറ്റർ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. മീറ്ററാണ് ചോദിച്ചേക്കുന്നത്. എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 2420. ഓപ്ഷൻ എ ആണ് ഉത്തരം.
കാറിൻ്റെ ചക്രം ഈ വൃത്താകൃതിയിലാണ്. ഈ വൃത്താകൃതിയിലുള്ള ഈ ചക്രം ഒരു തവണ കറങ്ങുന്നതിനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ്. അതായത് ചുറ്റളവ് ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ദൂരം ഇതിൻ്റെ ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. ഇവിടെ 1000 തവണ കറങ്ങാൻ എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1000 ഗുണം 2πr. അതായത് ഇവിടെ വ്യാസമാണ് 77 സെൻറ്റിമീറ്റർ തന്നേക്കുന്നത്. ഇതിൻ്റെ ഇരട്ടി വരും, ഇത്രയും വരും. ആരം എന്ന് പറഞ്ഞാൽ ഇത്രയേ വരത്തുള്ളൂ, പകുതിയേ വരത്തുള്ളൂ. വ്യാസം ഇത്രയുമാണ്, അതിൻ്റെ ഇരട്ടി വരും. അപ്പോൾ വ്യാസം തന്നിട്ട് ആരം കാണാൻ പറഞ്ഞാൽ /2. അതായത് 1000 തവണ കറങ്ങാൻ, ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന അതിൻ്റെ ചുറ്റളവാണ്. ആ ചക്രത്തിൻ്റെ ചുറ്റളവ് 2πr ആണ് ചുറ്റളവ് കാണാനുള്ള ഫോർമുല. 1000 ഗുണം 2πr എന്ന് പറഞ്ഞാൽ 1000 ഗുണം 2 ഇൻറ്റു പൈയുടെ വില ഇട്ട് കൊടുക്കും. 22/7 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 77ൻ്റെ പകുതി /2. ഈ 2 ക്യാൻസൽ ആകും. ഇവിടെ 11 22 242 1000 വെച്ച് ഗുണിക്കുമ്പോൾ അത്രയും. ഇവിടെ എത്രയും സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 100 വെച്ച് ഹരിക്കണം. അതായത് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടണം. 2420 വരും മീറ്റർ. എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? ഓപ്ഷൻ എ ആണ് ഉത്തരം. 12:20 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അതൊരു ഷോർട്ട് കട്ട് പറയാം. ഈ 12 തുടങ്ങുന്ന സമയമാണ്. 12:05, 12:10, 12:20, 12:25. 12 മണിക്കൂറിൻ്റെ അവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഈ മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ഷോർട്ട് മെത്തേഡാണ്, ഷോർട്ട് കട്ടാണ്, ഓർത്തിരുന്നാൽ മതി. അതായത് m × 11/2. m ഇവിടെ എത്രയാണ്? 20 × 11/2. 10 ഗുണം 11 110. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 12 തുടങ്ങുന്ന 12 മണിക്കൂറിൻ്റെ അടുത്തെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ഫോം ഉപയോഗിക്കാം. m × 11/2. അതായത് 20 × 11/2 110 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. m × a എന്ന് പറയാം. a m+n. ഇവിടെ ബേസ് രണ്ടും സെയിം ആയതുകൊണ്ട് അങ്ങനെ എഴുതാം. 625 0.16 പ്ലസ് 0.09. 0.16ഉം 0.09ഉം കൂടെ കൂട്ടുമ്പോൾ 0.25 വരും. 6 15 റിമൈൻഡർ 1 0.25. അതായത് 625 0.25. 0.25നെ നമ്മൾ 0.25നെ 25/100 എന്ന് എഴുതാം. 2 സ്ഥാനമല്ലേ. 625 25/100. ഇതുകൂടി 25 വെച്ച് കട്ടാക്കാം. 1/4 വരും. 625 1/4. അപ്പോൾ 625 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25ൻ്റെ സ്ക്വയറാണ്. ഇത് 1/4 ഇത് ക്യാൻസലാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഇവിടെ a⁻m n എന്ന് പറഞ്ഞാൽ അത് കൃത്യങ്ക നിയമമുണ്ട്. a⁻m എക്സ്പോണൻഷ്യൽ തിയറി a⁻m × n. അതുപോലെയാണ് ഇവിടെ 25² 1/4. 25 2 × 1/4. അത് കട്ട് ചെയ്യുമ്പോൾ 25 ½ എന്ന് വരും. ½ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ടാണ്. 1/10 എന്ന് പറഞ്ഞാൽ 10th റൂട്ടാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 എത്ര? 5. ഓപ്ഷൻ എ ആണ് ഉത്തരം 5. ഇവിടെ 625 0.16 × 625 0.09. a⁻m × a⁻m+n 625 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0.25. ഇവിടെ 625 0.25നെ 25/100 എന്ന് എഴുതാം. ഇവിടെ 2 സ്ഥാനമല്ലേ, അതുകൊണ്ട് 100. 625 ഇത് കട്ട് ചെയ്യും. 25 വെച്ച് 1/4. 625 നമ്മൾ 25ൻ്റെ സ്ക്വയറാണ്. (1/4) 25. a⁻m ഈക്വൽ ടു a⁻m × n 2 × 1/4. അത് കട്ട് ചെയ്യുമ്പോൾ 25 ½ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 5 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചോദ്യം ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യാം. അതായത് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഈ ക്രമത്തിൽ വേണം. ഈ ബോട്ട്മാസ് റൂൾ വെച്ച് വേണം ഇത് ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ. 4 + 10 ÷ 2 -1. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിലുള്ളത് 4 + 10 ÷ 2 -1. ഇനിയും ഡിവിഷനാണ് ചെയ്യണ്ടേ. അതായത് ഇതിൻ്റെ മാത്രം വാല്യൂ, ബ്രാക്കറ്റിലുള്ളതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 10 ÷ 2 എന്ന് പറയാൻ 5. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 4 + ഉണ്ട്, ഇവിടെ -5 ഉണ്ട്. 9 - 1 8. അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പം ഇതിൻ്റെ വാല്യൂ, ഇത്രയിൻ്റെ വാല്യൂ എത്ര കിട്ടി? 8. ഇനി നമുക്കത്
നോക്കാം, ചെയ്ത് നോക്കാം. 40 ഡിവൈഡഡ് ബൈ 10 മൈനസ് 4 പ്ലസ് 32. ഇത്രയും ബ്രാക്കറ്റിലുള്ളതിൻ്റെ വില എന്ത് കിട്ടി? ഡിവൈഡഡ് ബൈ 8. ഇനി ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് അതായത് ഇനിയും ഡിവിഷനാണുള്ളത്. ഡിവിഷൻ ഉള്ളത് രണ്ടും അങ്ങ് ചെയ്യാം. 40നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 4, ഇവിടെ ഇത്രയും. ഇനി 32നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 4. അപ്പം പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു പ്ലസ് ഉണ്ട്, ഒരു -4 ഉണ്ട്, ഇത്രയാ ഉള്ളത്. അതായത് 4 - 4 എന്ത് കിട്ടും? 0 + 4. 4 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. 4 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഒരിക്കൽ കൂടെ പറയാം. നമ്മളിവിടെ ഈ കണക്ക് ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബോട്ട്മാസ് നിയമം, അതായത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ ഓർഡറിൽ വേണം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റ് ഒന്നിച്ചങ്ങ് ചെയ്യാം. അതായത് 4 ബ്രാക്കറ്റിനുള്ളത് ഉള്ളിലുള്ളതങ്ങ് ചെയ്യാം. 4 + 10 ഡിവൈഡഡ് ബൈ 2 -1. ഇനി ഇവിടെ നമുക്ക് ഡിവിഷൻ വേണം ചെയ്യാൻ. അതായത് ഈ ഡിവിഷൻ ആദ്യം ചെയ്യുന്നു. 10/2 എത്ര? 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5. ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു 4+ ഉണ്ട്. അപ്പം 4 + 9, 5 - 1, 9 - 1, 8 കിട്ടും. ഈ ബ്രാക്കറ്റിലെ ഫുള്ളുള്ളത് 8 കിട്ടും. ബാക്കി നമുക്ക് എടുത്തെഴുതാം. 40 ഡിവൈഡഡ് ബൈ 10 -4 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 8. ഇവിടെ ബൈ 8. ഇതിൻ്റെ വാല്യൂ അങ്ങ് ഇട്ടു നമ്മൾ ഇവിടെ, ഡിവൈഡഡ് ബൈ 8. ഇനി നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. അതായത് ഡിവിഷൻ ആദ്യം ചെയ്യുക. ഇവിടെ 32/8 എന്ന് പറയാൻ എത്ര കിട്ടും? 4. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ അതുപോലെ ഈ ഡിവിഷനും ചെയ്യുക. 40നെ 10 വെച്ച് ഹരിക്കുമ്പോൾ 4. ഇവിടെ പിന്നെന്തുണ്ട്? ഒരു -4 ഉണ്ട്, പിന്നെ ഇവിടെ +4. അതായത് ഈ ഡിവിഷൻ അങ്ങ് ചെയ്യുവാനി. ഇവിടെ 40നെ 10 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 4. പിന്നെ ഇവിടെ 32നെ 8 വെച്ച് ഹരിക്കുക, അതായത് 4. ഇനി ഇവിടെ പിന്നെന്തുകൊണ്ട്? ഇത് കഴിഞ്ഞാൽ പിന്നെന്തോ ഇവിടെ ഉള്ള ഒരു -4, പിന്നെന്തോ ഇവിടെ ഉള്ള +32/8, 4. അപ്പം 4 - 4 ക്യാൻസൽ ആയിപ്പോൾ 4 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഒരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ വരുന്നത്. മുകളിലോട്ട് വടക്ക, താഴോട്ട് തെക്ക്, ഇവിടെ റൈറ്റിലോട്ട് ഈസ്റ്റ്, ലെഫ്റ്റിലോട്ട് വെസ്റ്റ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഇവിടുന്ന് രാജു കിഴക്ക് വശത്തേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈസ്റ്റിലേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ്, ഇങ്ങോട്ട് വരുന്ന ആളുടെ വലത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ടോ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് എന്നിട്ട് വരുന്ന ആളുടെ ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര? 10. ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ടോ ഒടുവിൽ വീണ്ടും ഇടത്തോട്ട്, ഇങ്ങോട്ട് വരുന്ന ആളുടെ ഇടത്തെന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇടത്തോട്ട് എത്ര കിലോമീറ്റർ തിരിഞ്ഞു? 35. മൊത്തം 35 കിലോമീറ്റർ തിരിഞ്ഞ് ഇവിടെ എത്തി. അപ്പം നമുക്ക് ഇത്രയും ദൂരം എന്ന് പറയുന്നത് 10 ആണ്. ഈ ദൂരം തന്നെ ആണല്ലോ ഈ ദൂരം. ഇത് ആകെ എന്ന് പറയുന്നത് എത്ര വരും? 20 വരും. അപ്പം ഇവിടെ ഈ ദൂരം 20 ആണ്. ഈ ദൂരം 20 ആയിരിക്കും. അപ്പം മൊത്തം 35 ആണെങ്കിൽ ഇത് 20ഉം 15, മൊത്തം 35 ആണ്. ഇവിടെ 20 ആണെങ്കിൽ ബാക്കി 15 വരും. ഈ 35ൽ നിന്ന് 20 കുറച്ചാൽ മതി. അപ്പം ഇവിടെ രാജു നിന്ന സ്ഥലം ഇതാണ്, അവസാനം എത്തിച്ചേർന്ന ഇവിടാണ്. ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഈ മട്ടത്രികോണം വരും, അതിലെ ഹൈപ്പോട്ടന്യൂസ് വരും. അത് ചിത്രം ഒന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെ വരുന്നത്. രാജു ആദ്യം നിന്ന സ്ഥാനം ഇത്, ലാസ്റ്റിലെത്തിയ സ്ഥാനം ഇത്. ഈ ദൂരമാണ് വരുന്നത്, ഇതിൻ്റെ കർണമാണ് വരുന്നത്. അപ്പോൾ ഈ ദൂരം നമുക്ക് കിട്ടി 15 ആണ്. ഇത് ഈ 10ഉം 10ഉം കൂടെ, അതായത് ഇത്രയും മൊത്തം ഈ ത്രികോണം 20 വരും. അപ്പോൾ നമുക്ക് കർണമാണ് കാണേണ്ടത്. ഇതാണ് പൈതഗോറസ് തിയറം അനുസരിച്ച് രാജു ഏറ്റവും ലാസ്റ്റിലെത്തിയ സ്ഥലവും തുടങ്ങിയ സ്ഥലവും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഇതാണ്. അതായത് കർണമാണ് കാണേണ്ടത് നമുക്കിവിടെ. 20² + 15² അതിൻ്റെ റൂട്ട് ഓഫ് 400 + 225, അതായത് റൂട്ട് ഓഫ് 625. 625 എന്തിൻ്റെ സ്ക്വയറാണ്? 25. അതായത് ഓപ്ഷൻ ബി 25 കിലോമീറ്ററാണ് ഉത്തരം. ഒരിക്കൽ കൂടെ പറയാം. ഇതൊരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് വരച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഇവിടെ വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്, മുകളിലോട്ട് നോർത്ത്, താഴോട്ട് സൗത്ത്. അപ്പോൾ രാജു നമുക്ക് സഞ്ചരിക്കാൻ തുടങ്ങി നോക്കാം. രാജു
കിഴക്ക് വശത്തേക്ക്, അതായത് ഇങ്ങോട്ട് വലത്തോട്ട് 10 കിലോമീറ്റർ നടന്നു. അവിടുന്ന് വലതുവശത്തേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുടെ വലതുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വലതുവശത്തേക്ക് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് പോകുന്ന ആളിൻ്റെ ഇടത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു. എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? ഒടുവിൽ വീണ്ടും തിരിഞ്ഞ് 35 കിലോമീറ്റർ, 35 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുന്ന ആളിവിടെ നിൽക്കുന്ന രാജ്യം. അപ്പം ഇങ്ങോട്ട് ഇടത്തോട്ട് 35 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പം ഇവിടാണ് എത്തിയേക്കുന്നത് ലാസ്റ്റിൽ. അപ്പോൾ ഇത് നമുക്ക് ഈ ദൂരം തന്നെ ആയിരിക്കുമല്ലോ ഈ ദൂരം ചിത്രം കണ്ടപ്പോൾ. ഇത് 10 വരും. ഇവിടെ ഈ 20 ആയിരിക്കും ഇവിടെ. ഈ ദൂരം തന്നെയാണ് ഇവിടെ 20. ഇത് മൊത്തം 35 ഇങ്ങനെയാണെങ്കിൽ ഇത് 20 ആണെങ്കിൽ ബാക്കി എത്ര വരും? ഈ ദൂരം 15. ഇതൊരു മട്ട ത്രികോണം. ഇപ്പം രാജു നിന്നിടത്തുനിന്ന് ഇങ്ങ് ഏറ്റവും ഒടുവിലുള്ള സ്ഥാനത്തേക്ക്, ആരംഭ സ്ഥാനത്ത് നിന്ന് ഈ സ്ഥാനത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ മട്ട ത്രികോണത്തിൻ്റെ കർണം വരും. ഇവിടെ 90 ഡിഗ്രി വരും. അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ രാജു ഇപ്പോൾ എത്തിയ സ്ഥലം ഇവിടെയാണ്, പ്രാരംഭ സ്ഥലം ഇവിടെയാണ്. ഇവിടെ 10ഉം 10ഉം ഇത്രയെന്ന് പറയുന്നത് ഈ മട്ട ത്രികോണത്തിൻ്റെ 20 വരും. ഇവിടെ മൊത്തം 35, ഇത്ര 20. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എത്ര വരും? 15. അപ്പം നമുക്ക് ഈ കർണമാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. രാജു ഇപ്പം നിൽക്കുന്ന സ്ഥലം ഇവിടെ, പ്രാരംഭ സ്ഥാനം ഇത്. അപ്പോൾ ഈ ദൂരം നമുക്ക് കണ്ടുപിടിക്കേണ്ട. √20 കർണം സ്ക്വയർ സമം √, പാദം സ്ക്വയർ പ്ലസ് രംഗം സ്ക്വയർ, മറ്റ് സൈഡുകളുടെ വർഗ്ഗങ്ങളുടെ തുക. അതായത് √400 പ്ലസ് 225, √625, അതായത് 25 കിലോമീറ്ററാണ്. ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് വരച്ചാൽ മതി, പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഗുണിത പ്രോഗ്രഷനാണ്, അതായത് ജോമെട്രിക് പ്രോഗ്രഷൻ, ജോമെട്രിക് സീരീസാണ്. എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് അല്ല. അരിത്തമെറ്റിക് ആണെങ്കിൽ കൂട്ടി എഴുതുന്നത്. ഇവിടെ ഇൻറ്റു ചെയ്താൽ 5 എന്ന് പറയാം √5 × √5 × √5. ഇത് ഇവിടെ രണ്ടാമത്തെ ടേം ഡിവൈഡഡ് ബൈ ആദ്യത്തെ ടേം, അതായത് √5 / √5 × √5 എന്ന് എഴുതാവില്ല 5നെ. ഈ റൂട്ട് ക്യാൻസലായിട്ട് 1/√5 കിട്ടും. 6 കോമൺ റേഷ്യോ, പൊതു ഗുണിതം. അതായത് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 6 കാണാൻ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം വെച്ച് ഡിവൈഡ് ചെയ്യുക, 1/√5. അപ്പോൾ പൊതു ഗുണിതം 6 എന്ന് പറയുന്നത് 1/√5 കിട്ടും. ഇതിന് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് ടേം കാണാനുള്ള ഫോർമുല AR⁻n−1. അതിവിടെ 1/625 തന്നിട്ടുണ്ട്. അതായത് എ ഇവിടെ എത്രയാണ്? 5 × 6 എത്ര? 1/√5n−1 എന്ന് പറഞ്ഞാൽ 1/ ഇവിടെ 25ൻ്റെ സ്ക്വയറാണ് 625. അതായത് 25 × 25, 5/4 കിട്ടും. 5/4 ഇവിടെ 5 × 1n−1, അതായത് 1 തന്നെ. 1/√5n−1 സമം 1/ ഇതിനെ നമുക്ക് 5നെ നമുക്ക് √5ൻ്റെ സ്ക്വയർ ആക്കിയതാണ്. √5ൻ്റെ സ്ക്വയർ ⁴. അതായത് നമുക്ക് വിച്ച് ഇംപ്ലൈസ് 5ന് പകരം √5ൻ്റെ സ്ക്വയർ എഴുതാം. √5ൻ്റെ സ്ക്വയർ ബൈ √5n−1 ഈക്വൽ ടു 1/√5⁸. അതായത് a⁴n അതായത് നമുക്ക് ഇത് n കണ്ടുപിടിക്കാം. 5⁻2 പ്ലസ് 1 എത്ര? 3 -n ഈക്വൽ ടു √5⁻8. ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്, √5 ആണ്. എക്സ്പോണൻഷ്യൽ തിയറി കൃത്യങ്ക നിയമം അനുസരിച്ച് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടുത്തെ പവർ 3 - n, ഇവിടെ -8. അതായത് ഈ ബേസ് രണ്ടും തുല്യമായാൽ എക്സ്പോണൻഷ്യൽ തിയറി അനുസരിച്ച് പവേഴ്സ് സെയിം ആയിരിക്കും. 3 - n ഈക്വൽ ടു -8. അപ്പോൾ n അപ്പുറത്ത് പോവുക, 8 ഇപ്പുറത്ത് വരിക. 3 -8 ഇപ്പുറം വരുമ്പോൾ +8 ഈക്വൽ ടു -n ഇപ്പുറം വരുമ്പോൾ n ഈക്വൽ ടു 11. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരിക്കൽ കൂടെ പറയാം.
ഇവിടെ ഒരു സമഗുണിത പ്രോഗ്രഷനാണ് GP, ജിയോമെട്രിക് പ്രോഗ്രഷൻ. അതായത് ഇൻറ്റു ചെയ്ത് വരും. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന A, R ഇവിടെ മറ്റേ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, അതായത് √5/√5 × √5 എന്ന് എഴുതാം. ഇത് കട്ടായി പോയിട്ട് 1/√5 വരും. അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി 1/√5, തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം, R = 1/√5. നമുക്ക് ഇതിൻ്റെ എന്ത് ടേം കാണാനൊരു ഫോർമുല ഉണ്ട്. AR⁻n−1 എത്ര തന്നിട്ടുണ്ട്? 625 നമുക്കറിയാം. വിച്ച് ഇംപ്ലൈസ് എത്ര? 5 × 1/√5. ആറിൻ്റെ വില കൊടുക്കുക. n−1 = 1/25, അതായത് 5² × 5², അതായത് 5⁴. 25 × 24, 5⁴. ഇവിടെ √5 × √5 എന്ന് എഴുതാം. √5² എന്ന് എഴുതാം. ഇതിന് 5-ന് പകരം എല്ലാം √5ൻ്റെ ടേമിലാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ 1n−1 എന്ന് പറഞ്ഞാൽ 1 തന്നെ × 1/√5n−1. ഈ n−1 രണ്ടിനും കൊടുക്കുന്നു ബൈ 1/, ഈ 5-ന് പകരം √5 എന്ന് കൊടുക്കുക. എല്ലാം √5ൻ്റെ ടേമിലാക്കിയാൽ √5²⁴. ഇവിടെ A/m/n, അതായത് A/m−n √5. ഇവിടെ √5 ആണ്, ഇവിടെ √5 ആണ്. √5⁻2 - n−1 = 1/√5 A/m × n, അതായത് കൃത്യങ്ക നിയമം 2 × 4 8. നമുക്ക് √5 ഇത് മൈനസ് ഇതിനകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 2 - n + 1 = 1/√5 8. ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ലെങ്തി ആയിട്ട് തോന്നുന്നത്. കുറച്ച് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിരിക്കും. ഇവിടെ √5 2 + 1 3 - n = 1/√5 8 എന്ന് പറഞ്ഞാൽ ഈ പവർ അങ്ങ് മുകളിൽ വരുമ്പോൾ √5 -8 ആകും. അതായത് A/1/A/n എന്ന് പറയുന്നത് A/-n ആണ്. ഇവിടെ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് എക്സ്പോണൻഷ്യൽ തിയറി കൃത്യങ്ക നിയമം അനുസരിച്ച് നമുക്ക് പഴയ സിറ്റുവേറ്റ് ചെയ്യാം. 3 - n = 8. ഇവിടെ n ഒരു സൈഡിൽ കൊണ്ടുപോകാം, സംഖ്യ 2 ഒരു സൈഡ് = 3 - n = -8. അപ്പോൾ ഈ -8 ഇപ്പുറം കൊണ്ടുവരിക. 3 + 8 = ഈ -n റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പോസിറ്റീവ് തന്നെ. n = 11 വരും. ഉത്തരം ഓപ്ഷൻ A ആണ്. ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2% ആണ് കൂടുതൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് 2% ആണെങ്കിൽ ഒരു വർഷത്തേക്ക് എപ്പോഴും പറയുന്നത് 5 വർഷത്തേക്ക് 5 × 2%, അതായത് 10% ആകുമ്പോൾ 5000 രൂപ. അങ്ങനെയാണെങ്കിൽ 100% വരാൻ ഇവിടെയും 10 ഗുണിക്കുക, ഇവിടെയും 10 ഗുണിക്കുക. 10 × 10%, 100% എന്ന് പറഞ്ഞാൽ 5000 × 10 50000 വരും. ഓപ്ഷൻ C ആണ് ഉത്തരം. 5000 × 10 എത്ര വരും? 50000. ഓപ്ഷൻ C ആണ് ഉത്തരം. 3 സംഖ്യകളുടെ അനുപാതം എന്ന് പറയുന്നത് 3:4:5 ആയാൽ അവയുടെ തുക 60 ആണെങ്കിൽ 3:4:5 ആണ് സംഖ്യകളുടെ അനുപാതം. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? അതായത് സംഖ്യകൾ ഏതൊക്കെ വരും? സംഖ്യ ഈ അനുപാതത്തിലാണെങ്കിൽ 3:4:5 എന്ന അനുപാതത്തിലാണ് സംഖ്യ ഏത് വരും? ആദ്യത്തെ സംഖ്യ 3x, രണ്ടാമത്തെ സംഖ്യ 4x, മൂന്നാമത്തെ സംഖ്യ 5x. അത് മൂന്നും കൂടെ കൂട്ടുന്നത്, അതായത് 3x-ഉം 4x-ഉം 5x-ഉം കൂടെ കൂട്ടുന്നത് 60 തന്നിട്ടുണ്ട്. 3 സംഖ്യകളുടെയും കൂടെ തുക, അതായത് 12x എന്ന് പറയുന്നത് 60. എക്സിൻ്റെ വില 60/12 5 വരും. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏത് വരും? 3 × 5 3x, അതായത് 15. രണ്ടാമത്തെ സംഖ്യ ഏത് വരും? 4x 4 × 5 20. ആദ്യത്തെ സംഖ്യ 15, രണ്ടാമത്തെ സംഖ്യ 20, മൂന്നാമത്തെ സംഖ്യ 5x, അതായത് 5 × 5, അതായത് 25. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ കിട്ടി. അവയുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് 15ൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ സംഖ്യയുടെ സ്ക്വയർ, അതായത് 225 പ്ലസ്
400 പ്ലസ് 625. ഇത് മൂന്നൂടെ കൂട്ടിയാൽ മതി. 225ഉം 400ഉം 625ഉം കൂടെ 1250 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണെന്ന് തന്നിട്ടുണ്ട്. അവയുടെ തുക 60 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏത് വരും? അനുപാതം 3:4:5 ആണെങ്കിൽ 3x 4x 5x അങ്ങനെ വരും സംഖ്യ. ആദ്യത്തെ സംഖ്യ 3x, രണ്ടാമത്തെ സംഖ്യ 4x, മൂന്നാമത്തെ സംഖ്യ 5x. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. 3x, 4x, 5x കൂടെ കൂട്ടി 60. 3x, 4x, 5x ലൈക്ക് ടേംസ് ആയതുകൊണ്ട് 12x. അതിൻ്റെ വില 60. എക്സിൻ്റെ വില 60/12 5 വരും. അതായത് ഇവിടെ ആദ്യത്തെ സംഖ്യ 3 × 5 15. രണ്ടാമത്തെ സംഖ്യ 4x 4 × 5 20. മൂന്നാമത്തെ സംഖ്യ 5x 5 × 5 25. അതായത് ആ സംഖ്യകൾ കണ്ടു. 15, 20, 25 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. 15ൻ്റെ സ്ക്വയർ 15 × 15 225. 20ൻ്റെ സ്ക്വയർ 400. 25ൻ്റെ സ്ക്വയർ 625. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1250 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംഖ്യകൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എ ബി എന്ന് എടുക്കുന്നു. അവയുടെ തുക എന്ന് പറയുന്നത് 150 ആണ് തന്നിട്ടുണ്ട്. ഗുണനഫലം അതായത് എ ബി തുക രണ്ടും കൂടെ കൂട്ടുന്നത് എ ബി ഗുണനഫലം 45 ആണെന്ന് തന്നിട്ടുണ്ട്. a/1 ആണ്. എ എന്ന് പറഞ്ഞാൽ a/1, ബി എന്ന് പറഞ്ഞാൽ b/1. ഇനി ഇവയുടെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ടാൽ മതി. റെസിപ്രോക്കൽ അതായത് 1/a പ്ലസ് 1/b ഈക്വൽ ടു ഇങ്ങനെ വരുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × b പ്ലസ് 1 × a ബൈ a × b. അതായത് 1 × b b പ്ലസ് a ബൈ എ ബി. ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി തന്നെ. അതായത് a പ്ലസ് ബി ബൈ എ ബി. അതായത് 150 a പ്ലസ് ബി 150 ആണ്. എ ബി 45. 15 വെച്ച് കട്ട് ചെയ്യാം. 15 3 45 15 10 10/3 വരും. അല്ലെ 5 വെച്ച് കട്ട് ചെയ്ത് പിന്നെ കുറെ കൂടെ ഷോർട്ട് ആക്കിയാൽ മതി. ഇവിടെ 10/3 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. മാർക്സിന് നിലയിലെത്താൻ കഴിയും. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ ഓൾ.